ഈ പെണ്ണ് അവളുടെ അമ്മയെ കാണാൻ വിരൂപിയാണെന്ന് പറഞ്ഞ് വെറുക്കാൻ തുടങ്ങി. ഇത് കണ്ട് വേദനിച്ച അമ്മ തൂങ്ങി മരിക്കാൻ നോക്കി. അപ്പോൾ ആ പെണ്ണു അത് കണ്ടു. എന്നാൽ അവളുടെ അമ്മയെ കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ് മനഃപൂർവ്വം അവളെ രക്ഷിച്ചില്ല. അങ്ങനെ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. 20 വർഷം കഴിഞ്ഞു. അവൾ ഒരു കോമിക് മാഗസിനിൽ ഒരു എഡിറ്ററായി മാറിയിട്ടുണ്ട്. ഒരു ദിവസം രാത്രി അവൾ ഒരു കോമിക് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വരുന്ന സീനുകളെല്ലാം അവളുടെ ലൈഫിൽ നടന്നതുപോലെ തന്നെയാണുള്ളത്. ഇത് കണ്ട് നെട്ടിപ്പോയി. ആർക്കും അറിയാത്ത കാര്യങ്ങളെല്ലാം എങ്ങനെ ഈ ആർട്ടിസ്റ്റിന് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾക്ക് കോൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ജനലും ഡോറുകളെല്ലാം താനെ അടയാൻ തുടങ്ങി. അത് കണ്ട് പേടിച്ചു പോയ അവളും അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലേഡ് കയ്യിലെടുത്തു. എന്നാൽ അവൾ ആ ബ്ലേഡ് പിടിച്ചു നിൽക്കുന്ന സീനുകളെല്ലാം ആദ്യം തന്നെ ആ കോമിക്കിൽ വരച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പേടിച്ച് അവളും തിരിഞ്ഞോടാൻ നോക്കി. അതിനുള്ളിൽ പിന്നിൽ നിന്ന് ആരോ വന്ന് അവളെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. അടുത്ത ദിവസം പോലീസ് അവിടെ വന്ന് നോക്കുമ്പോൾ അവളുടെ ബോഡി വരെ ആ കോമിക്കിലുള്ളത് പോലെയാണ് മരിച്ചു കിടക്കുന്നത്. എന്താണ് ശരിക്കും നടന്നതെന്നാൽ ഒരു ചെറിയ കുട്ടി മോർച്ചറിയിൽ തന്നെ ജനിച്ച് അവിടെ തന്നെ വളർന്നിരുന്നു. അവിടെ വരുന്ന ഡെഡ് ബോഡീസ് എല്ലാം അവരെ കൊന്നവരെയെല്ലാം എങ്ങനെ റിവെഞ്ച് എടുക്കാൻ പോകുന്നു എന്ന് അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നിരുന്നു. അത് തന്നെയാണ് അവൾ അവളുടെ കോമിക്കിൽ വരച്ചിരുന്നത്.